ഇപ്പോൾ കഴക്കൂട്ടൻ ടെക്നോ പാർക്കിൻ്റെ അടുത്ത് നമ്മളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ദുബായിലുള്ളൊരു ക്ലയൻറ്റാണ്. വിജയ് സാറിനും ഗായത്രി മേഡത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 4.5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ മാത്രമല്ല, ഈ സ്ഥലത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇതൊരു കൊമേഴ്ഷ്യലായിട്ട് മീൻസ് വേറൊന്നുമല്ല, അവർ വരുന്ന സമയത്ത് താഴെ താമസിക്കുകയും അല്ലാത്ത സമയങ്ങളിൽ റെൻറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെ അഭിരാം ബ്രോ ഉണ്ട്, പുള്ളിയോട് ചോദിക്കാം. നമ്മൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ സാധനങ്ങളും ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ ക്ലയൻറ്റും ചോദിക്കാറുണ്ട് നിങ്ങളുടെ വർക്കുകളുടെ ഡീറ്റെയിൽസ്. നമ്മൾ കൂടുതലും ഫോട്ടോസാണ് കാണിച്ചു കൊടുക്കുന്നത്, കാര്യം വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ കൂടെ ഉണ്ട്, പുള്ളി നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ബ്രോ, എന്താ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൂടെ? ഇതിപ്പോൾ ഫൗണ്ടേഷൻ ആണ് സ്റ്റേജ്. നമ്മൾ ഫൗണ്ടേഷനിലുള്ള വർക്കാണ് ഇപ്പോൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ വർക്കാണ്. ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത് കോളം ഫൂട്ടിംഗ് ആണ് നമ്മുടെ ഈ സൈഡിലേക്ക് വരുന്നത്. അപ്പം 17 ഫൂട്ടിംഗ് ഉണ്ട്. ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാം, ഈ നോർമലി ബേസിലൊരു മാറ്റിൻ്റെ ഒരു ഇത് വരും, അതിൻ്റെ സെൻട്രലായിട്ട് കോളം പ്ലേസ് ചെയ്യും. അതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ ബാക്കി വർക്കുമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. 2037 സ്ക്വയർ ഫീറ്റ് വരുന്ന ഡബിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രെയിംഡ് സ്ട്രക്ചറാണിത്. ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കോളം സ്ട്രക്ചറാണ്. അപ്പം കോളം സ്ട്രക്ചറിൽ കോളം പ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ബാർ ബെൻഡിങ് ആണ്. ബാർ ബെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പിപ്പണി അതാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലി അതാണ് പറയുന്നത്. അപ്പം ബാർ ബെൻഡിങ് കഴിഞ്ഞ് ഇതിൻ്റെ കോൺക്രീറ്റ് നാളെ ആയിരിക്കും. അതായത് ബേസ് കോൺക്രീറ്റ് ഉണ്ടാവും. ബേസും ഇതിൽ ഒരു 3-4 ഫൂട്ടിങ് നമ്മളെ സ്ട്രക്ചറൽ ഡിസൈൻ പ്രകാരം ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് ആണ്. അതിന് ട്രപ്പിസോഡൽ ഷേപ്പ് ആയിരിക്കും കോൺക്രീറ്റ് കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ. ബാക്കി ഈ സ്റ്റെയർ ഏരിയ വരുന്നതെല്ലാം നമ്മുടെ നോർമൽ ഫൂട്ടിംഗ് ആണ്. അത് ബേസ് ഒരു ക്യൂബോയിഡൽ സ്ട്രക്ചർ ആയിരിക്കും. അതിനുള്ള അതിൻ്റെ കോൺക്രീറ്റും ബാക്കി ഡീറ്റെയിൽ നമുക്ക് നാളെ കാണാമെന്നുള്ള. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളെന്തായാലും ഈ വർഷം കൊണ്ട് വീട് പണി കഴിയുന്നിടം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നാളത്തെ കോൺക്രീറ്റും കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.